കൂട്ടരെ ഇത് ആരാണെന്ന് മനസ്സിലായോ? ഇർഫാന ഇക്ബാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ നിറഞ്ഞിരിക്കുകയാണ്. മഞ്ചേശ്വരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, വനിതാ ലീഗ് നേതാവാണ്. ഇത് സോഷ്യൽ മീഡിയ നിറയുള്ള കാരണം അവിടെ ഒരു പഴയ RSSകാരുണ്ട്, നാരായണൻ, 64 വയസ്സായി, ക്യാൻസർ ബാധിച്ച് 1 മാസത്തോളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇപ്പം മരണപ്പെട്ടു. ബന്ധുക്കളാരും ഏറ്റെടുക്കാനില്ല. ശവസംസ്കാരം നടത്താൻ ബന്ധുക്കളാരും തയ്യാറല്ല. അപ്പം അത് ഏറ്റെടുത്ത് ഹൈന്ദവാചാരപ്രകാരം ശവസംസ്കാര ചടങ്ങ് നടത്തി മാതൃകയായ വനിതാ ലീഗ് നേതാവ് ഇർഫാന ഇക്ബാലിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. നമുക്കൊരു ക്ലിപ്പിലേക്ക് പോകാം. കഴിഞ്ഞ വ്യാഴാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് വായിൽ ക്യാൻസർ ബാധിച്ച് മരിച്ച 64-കാരൻ നാരായണൻ്റെ മൃതദേഹം ഹൈന്ദവാചാരപ്രകാരം സംസ്കരിച്ച് മാതൃകയായിരിക്കുകയാണ് മഞ്ചേശ്വരം ജില്ലാ പഞ്ചായത്ത് മെമ്പറും വനിതാ ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാൽ. എങ്ങനെയാണ് നാരായണൻ നമ്മുടെ അടുത്തേക്ക് എത്തിപ്പെട്ടത്? അതായത് നമ്മുടെ മീഞ്ച പഞ്ചായത്തിൽ നിന്ന് ഷെരീഫ് ചിനാല മെമ്പർ വിളിച്ചു. ആദ്യം ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിലേക്ക് അവർ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതും. അവിടെ പോയി നോക്കുന്ന സമയത്ത് ആ വ്യക്തിയെ ഈ ഹോമിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം അല്ലായിരുന്നു. അത്രത്തോളം അവശനായിരുന്നു. പിന്നെ മൗത്ത് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആളുകൾ പറഞ്ഞു. അപ്പോൾ പോയിട്ട് നമ്മൾ വെള്ളം കൊടുത്ത സമയത്തും അവർക്കത് ഇറക്കാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു. ഈ കനോട്ട് സോൾവ് എന്ന രീതിയിലായിരുന്നു. ഉമിനീർ വന്നുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ മഞ്ചേശ്വരം സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് വന്നു. അതിനുശേഷം കളക്ടറെ വിളിച്ചു. പിന്നെയാണ് നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിനെ അറിയിച്ചു. കളക്ടർ ത്രൂ ആണ് നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിനെ അറിയിക്കുന്നത്. അങ്ങനെ പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ട്രീറ്റ്മെൻറ്റ് ആയതിനു ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ ഫെർദർ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഫെർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 1 മാസത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ മിഞ്ഞാന്നാണ് അവിടുന്ന് വിളിച്ചറിയിക്കുന്നത്. അവസ്ഥയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, അവർ ലാസ്റ്റ് സ്റ്റേജായിരുന്നു. അപ്പോൾ ഇതാണ് ഈ RSS സംഘപരിവാർ എന്ന് പറയുന്നത്. അല്പം പോലും കരുണ അവശേഷിക്കാത്ത ഒരു വിഭാഗമാണിത്. ഇവർക്കെന്താ പണി? ഹിന്ദുക്കളെ ഉണർത്തുക. ഹിന്ദുക്കളെ ഉണരൂ. അതിന് നിരവധി സംഘടനകളുണ്ട് ഹിന്ദുക്കളെ ഉണർത്താൻ. എന്നാൽ ഉണർന്ന ഹിന്ദുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ, ചോർന്നൊരുക്കാത്തൊരു കൂര കൊടുക്കാനോ, മരുന്ന് വാങ്ങി കൊടുക്കാനോ, ചികിത്സിക്കാനോ, അവസാന അന്ത്യകർമ്മം ചെയ്യാനോ ഈ ഉണർത്തണ ആളുകളുണ്ടാവില്ല. ഹിന്ദുവിനെ ഉണർത്തുന്നതിൽ ശശികല, RV ബാബു, തില്ലങ്കേരി, ഇങ്ങനെ പ്രഗത്ഭരായ പല നേതാക്കന്മാരുണ്ട് ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്നത്. ഹിന്ദു ഉണർന്നാലോ RSS കൊണ്ടുപോവുക, BJP കൊണ്ടുപോവുക, ജയ് ശ്രീറാം വിളിപ്പിക്കുക, അക്രമത്തിന് വിടുക. അല്ലാതെ ഹിന്ദുവിന് എന്തെങ്കിലും ചെയ്യാൻ വില കിട്ടൂല, വിൽക്കാൻ കഴിയൂല, വിലനില്ല. കരുണ, നന്മ അത് മനുഷ്യരിൽ അവശേഷിക്കണം. അത് തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വർഗ്ഗമാണ് സംഘപരിവാർ, RSS എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയേണ്ടത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ജനങ്ങളല്ല, ഹിന്ദുക്കളാണ് ഇത് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഹിന്ദുക്കളെ തിരിച്ചറിയുക. ഇവർ ഒറ്റുകാരാണ്. ഇനി ഇവർ വീഡിയോ ക്ലിപ്പിൻ്റെ നമുക്ക് അതിലേക്ക് പോവാം. ഉറ്റവർ ഉപേക്ഷിച്ച മൃതദേഹം ഏറ്റെടുത്ത് ഉചിതമായ രീതിയിൽ സംസ്കരിച്ച വനിതാ ജനപ്രതിനിധിക്ക് സമൂഹത്തിന്റെ നിറഞ്ഞ കയ്യടി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാലാണ് വീണ്ടും മനുഷ്യത്വത്തിന്റെ മികച്ച മാതൃക കാണിച്ചത്. വായിൽ അർബുദരോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മീഞ്ച പഞ്ചായത്തിലെ ചിഗുർപദവ് സ്വദേശിയായ നാരായണൻ എന്ന 64-കാരന്റെ മൃതദേഹമാണ് ഏറ്റെടുക്കാൻ ഉറ്റവരാരും എത്താതിരുന്നത്. സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള നിസ്സഹായാവസ്ഥ മഞ്ചേശ്വരം പോലീസിനെ രേഖാമൂലം അറിയിച്ച ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു. 1 മാസം മുമ്പാണ് നാട്ടിലെ കടവരാന്തയിൽ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാതെ മൃതപ്രായനായി കഴിഞ്ഞിരുന്ന നാരായണന്റെ ദയനീയാവസ്ഥ വാർഡ് മെമ്പർ ഷെരീഫ് ചിനാല, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗവും വനിതാ ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലിനെ അറിയിച്ചത്. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ഇവർ ജില്ലാ കളക്ടറെയും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും കാര്യങ്ങൾ ബോധിപ്പിച്ചു. തുടർന്ന് ഇർഫാനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ പ്രവർത്തകരെ വിളിച്ചു വരുത്തി നാരായണനെ കുളിപ്പിച്ച് വൃത്തിയാക്കി പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1 മാസമായി ഇവിടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് നാരായണൻ വ്യാഴാഴ്ച മരണത്തിൽ കീഴടങ്ങിയത്. പിന്നാലെ തന്നെ മഞ്ചേശ്വരം പോലീസ് മരണവിവരം ബന്ധുക്കളെ അറിയിച്ചു. എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആരും തന്നെ തയ്യാറായില്ല. 2 ഭാര്യമാരും മക്കളും സഹോദരിയും മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാനയ്ക്ക് സമ്മതപത്രം നൽകി കൈയൊഴിയുകയും ചെയ്തു. ഇതോടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള കുടുംബത്തിന് സമ്മതപത്രം ഇർഫാന മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ കൈമാറി. ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഉപ്പടിയിൽ കൊണ്ടുവന്ന മൃതദേഹം ചെറുകോളി പൊതുശ്മശാനത്തിൽ എത്തിച്ചു. ഒടുവിൽ ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് ഇർഫാന ഇക്ബാൽ തന്നെ ഹൈന്ദവ ആചാരപ്രകാരം ചിതയ്ക്ക് തീ കൊടുക്കുകയും ചെയ്തു.
ആദ്യമായിട്ട് ചീരപ്പാതയിൽ നിന്ന് നമുക്കൊരു ഫോൺ കോൾ വന്നു അവിടുത്തെ ഷെരീഫ് നമ്പറിൻ്റെ. എന്നിട്ട് നാരായണൻ പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുണ്ട്, ആരും നോക്കാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് സയ്യിദ് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാനാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായത്. ആ സമയത്ത് അവർ അത്ര ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കളക്ടറിനെ വിളിച്ച് സംസാരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പെരിയത്തേക്കാണ് ആദ്യം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. ഇന്ന് പെരിയത്ത് റെഫർ ചെയ്തിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതരായ 4th സ്റ്റേജ് ആയിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ബന്ധുക്കളടുത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് ഇൻഫർമേഷൻ കൊടുത്തു. എന്നാലും അവർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ നമ്മളിന്ന് ഏറ്റെടുത്തു. ഇന്ന് ബോഡി അടക്കം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകരായ റിയാസ് പിലാത്ര, മഹമ്മൂദ് കൈക്കമ്പ തുടങ്ങിയവരും അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഉറ്റവർ നഷ്ടപ്പെട്ട് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട 50ഓളം മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഉപ്പളയിലെ ഷെയ്ഖ് സയ്യിദ് വൃദ്ധമന്ദിരത്തിന്റെ സ്ഥാപക കൂടിയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഇർഫാൻ ഇക്ബാൽ. കണ്ടല്ലോ, 2 ഭാര്യമാരുണ്ടായിട്ട് പോലും അവസാന കാലങ്ങളിലുണ്ടല്ല അയാളെ സഹായിക്കാൻ വേണ്ടി ഒരാളുണ്ടായില്ല. എന്തിനാ അയാൾ ഇത്രയും കാലം സ്നേഹിച്ച ഒരു സംഘടന ഉണ്ടല്ല, RSS, ആ സംഘടന പോലും ഉണ്ടല്ല അയാളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നറിയാം? സംഘപരിവാറുകാർ എന്താക്കുന്നറിയാം? ഈ സഹായിച്ച പാവങ്ങളിലെ ഇവരെ കണ്ടില്ല ജിഹാദികളാക്കും. ഇവരെ പേരുണ്ടാക്കാൻ വേണ്ടി, ആൾക്കാർ അറിയാൻ വേണ്ടി ഉണ്ടാക്കിയ പച്ചക്കള്ളമാണ്, പച്ച നോണയാണ് ഈ സംഭവം. സംഘപരിവാർ അടിച്ചളക്കും. അതിന്റെ കൂടെ സംഖ്യയിലുണ്ടല്ലോ ഒരു പച്ചക്കള്ളം കൂടി പറയും. ഏതാ പച്ചക്കള്ളം എന്നറിയാം? ഈ മരണപ്പെട്ട നാരായണനുണ്ടല്ല, ഇയാൾ സംഘപരിവാറുകാരനല്ല. അയാൾ ഇതുവരെ ശാഖയിൽ വന്നില്ല എന്നവരെ സംഖ്യകൾ അടിച്ചുവിടുന്നല്ല, അടിച്ചുവിടാൻ തുടങ്ങി. ആരാണ് അടിച്ചുവിടാൻ തുടങ്ങിയെന്നല്ലേ? സംഖ്യക്ക് വേണ്ടിയിട്ടുള്ള ഫേസ്ബുക്കിൽ 24 മണിക്കൂറും പച്ചക്കള്ളം മാത്രം പറയുന്ന ഒരു ചങ്ങായി ഉണ്ട്. ഭാസ്കരൻ നായർ അജൻ എന്നാണ് ആ പരനാരി സംഖ്യയുടെ പേര്. ആ സംഖ്യയില്ല കുറച്ചു നേരം മുന്നേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് പറഞ്ഞത് ഈ നാരായണൻ സംഘപരിവാർക്കാരനല്ലാന്നാണ് ആ സംഖ്യ പറയുന്നത്. നമുക്കെന്തല്ല ഭാസ്കരൻ നായർ അജൻ എന്ന പരനാരിട്ട പോസ്റ്റ് വായിക്കാം. അതിനുശേഷം ഈ ഭാസ്കരൻ നായർ എന്ന പരനാരിട്ട പോസ്റ്റിന് ഒരു ഹൈന്ദവൻ ഉണ്ടല്ല, ഒരു ഹൈന്ദവൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ ഹൈന്ദവൻ വേറെ ആരുമില്ല, ഈ നാരായണനെ അറിയുന്ന കാസർഗോഡുകാരനായ ഒരു ഹൈന്ദവനാണ്. ആ മറുപടി അതിനുശേഷം നമുക്ക് കാണാം. ആദ്യം തന്നെ ഈ ഭാസ്കരൻ നായർ അജൻ എന്ന പരനാരി സംഖ്യയുടെ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചിട്ട് വരാം. കണ്ടില്ലേ, കണ്ടുപഠിക്ക് 2 ഭാര്യമാർ മക്കൾ. ഒരു ദിവസം പോലും ശാഖയിൽ വരാത്ത ഇയാളെ RSകാരനാക്കി. കാരണം ഹിന്ദു പേര് കണ്ടിട്ട്. നാടിനും വീടിനും സമൂഹത്തിനും ഉപകാരമില്ലാത്ത നാടിന് ഉപദ്രവകാരികളെ RSS സംരക്ഷിക്കില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. കോടിക്കണക്കിന് വൃദ്ധരെ ഏറ്റെടുത്ത് പരിചരിക്കുന്ന RSS സേവാപരിധി എന്ന സ്ഥാപനം ഒന്നുമല്ല, വാർത്തയല്ല. എന്നാൽ BJP പ്രസിഡന്റ് 89% ഷെയറുള്ള ഏഷ്യാനെറ്റിന് ഇത് വാർത്തയാണ്. ഏഷ്യാനെറ്റിന്റെ ഈ സംഭവം ഒന്ന് വാർത്തയാക്കി. അതാണ് ഈ ചാണക സംഖ്യക്ക് വല്ലാതെ കുരുപൊട്ടിയത്. അല്ലാതെ ഒരു പഴയ RSകാരനെ മരണപ്പെട്ടിട്ട് സംഖ്യകൾ തിരിഞ്ഞു നോക്കാത്തതിൽ ഇയാൾക്ക് യാതൊരു സങ്കടവുമില്ല. അതുമാത്രമല്ല, 2 കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഈ പഴയ സംഘപരിവാരനായ ഈ നാരായണ തിരിഞ്ഞു നോക്കാത്തത് ഈ പോസ്റ്റിൽ ഈ വേട്ടാവളിയും പറയുന്നുണ്ട്. അതിന്റെ കൂടി മരണപ്പെട്ട നാരായണനല്ല ജീവിതത്തിൽ ഇതുവരെ ശാഖയിൽ പോയില്ലാന്നും ഈ ഭാസ്കരൻ നായർ എന്ന പരനാരി തട്ടിവിടുന്നുണ്ട്. എങ്കിൽ നമുക്ക് ഈ ഭാസ്കരൻ നായർ എന്ന പരനാരി സംഖ്യയുടെ പോസ്റ്റ് ഉണ്ടല്ല, ഒരു ഹൈന്ദവൻ കൊടുത്ത മറുപടി ഒന്ന് കണ്ടാലോ? നമ്മുടെ ഭാസ്കരൻ നായർക്ക് മറുപടി കൊടുത്ത ചേട്ടന്റെ പേര് കുഞ്ഞികൃഷ്ണൻ എന്നാണ് കേട്ടോ. നായരട്ട അറിയില്ലെങ്കിലും മിണ്ടാതിരിക്കും. കാസർഗോഡുള്ളവരെക്കാൾ അറിവാണല്ലോ താങ്കൾക്ക്. ഒരു മനുഷ്യനെന്ന് കരുതിയെങ്കിലും ഇയാളുടെ ബോഡി സേവാഭാരതിക്ക് ഏറ്റെടുത്ത് സംസ്കരിച്ചൂടെ? ചെയ്തില്ല. എന്തേ ഹിന്ദു എന്ന് കരുതി BJPക്ക് ചെയ്തൂടെ? ചെയ്തില്ല. എന്തേ പൊതുപ്രവർത്തനം എന്ന് കരുതി BJPക്ക് ചെയ്തൂടെ? ചെയ്തില്ല. എന്നിട്ട് ഇപ്പോ കിടന്നു മെഴുകുന്നു. ഈ കമന്റ് കണ്ടതോടുകൂടി നമ്മൾ ഭാസ്കരൻ നായർ അജൻ എന്ന പരനാല് സംഖ്യയിട്ടില്ല ഉരുവട്ടി. ആ സംഖ്യ കൊടുത്തൊരു മറുപടി നമുക്ക് കേൾക്കാം. ആരെങ്കിലും RSSനോ സേവാഭാരതിയോ അറിയിച്ചോ? ഇതിന്റെ പേരാണ് പെയ്ഡ് ന്യൂസ്. അവരെ അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ശവസംസ്കാരം നടത്തി. ജില്ലാ ലേഖനെ വിളിച്ച് വാർത്തയാക്കി. റീച്ച് കിട്ടാൻ RSകാരനാണെന്ന് ചേർത്തു. അപ്പോൾ കൂട്ടരെ, ജീവിതകാലം മുഴുവൻ അയാൾ RSകാരനാണ്. ഞാൻ പറയേണ്ടതല്ല, ഇപ്പം ഈ പറഞ്ഞോര് പറയേണ്ടതുമല്ല. എല്ലാ ചാനലുകളിലുണ്ട്. ബിഗ് TVയിലുണ്ട്, മാതൃഭൂമിയിലുണ്ട്, മനോരമയിലുണ്ട്, ഏഷ്യാനെറ്റിലുണ്ട്, 24-ൽ, റിപ്പോർട്ടറിലൊക്കെ ഉണ്ട്. പറയുന്നത് തന്നെ പഴയ RSകാരെന്നാണ്. അപ്പോൾ അയാൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഇന്ത്യ വിട്ടു പോകണം, പാകിസ്ഥാനിലേക്ക് പോകണം. അതെന്തോ ആട്ടെ, മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കൊക്കെ വരാനുള്ള അവസ്ഥയാണ്. ഇവിടെ പലരും നമ്മളെ സമുദായത്തിൽപ്പെട്ടവരായാലും എൻ്റെ സമുദായത്തിൽപ്പെട്ടവരായാലും സംഘികളായാലും CPMകാരായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ജാതിക്കാരായാലും ഒക്കെ വിമർശനങ്ങളുടെ വീഡിയോ വിട്ട് കഴിഞ്ഞാൽ ഇവർ പറയും, കുഴിയിലേക്ക് കാല് നീട്ടി കിടക്കല്ലേ കിളവാണ്, ഇനി ദിക്ർ ചൊല്ലി വരി കുത്തുന്നൂടെ കുഴിയിലേക്ക് കാല് നീട്ടി കിടക്കല്ലേ. അങ്ങനെ അത് പറയുന്ന സംഘിയായാലും കൊങ്ങിയായാലും BJP ആയാലും RSS ആയാലും CPM ആയാലും ആരായാലും ഓരോട് പറയാനുള്ളത് എന്താ അറിയോ? 78 വയസ്സായ അച്ഛന് സുഖമില്ലാതെ കിടക്കുക. അപ്പം മരുന്ന് വാങ്ങി വരികയാണ് 23കാരനായ മകൻ. ബൈക്കിൽ ടിപ്പറിടിച്ച് ആ മകൻ മരണപ്പെട്ടു. ഈ 73 വയസ്സുള്ള അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. 81 വയസ്സായി. 8 കൊല്ലം മുമ്പ് മകൻ ഇടിച്ചു പോയി. ഇത്രയേ ഉള്ളൂ. ഇത് ആണ് ഒരു മനുഷ്യൻ്റെ ആയുസ്. അത് തീരുമാനിക്കാൻ APക്കോ ഈക്കോ സുന്നിക്കോ മുജാഹിദിനോ അല്ലെങ്കിൽ സംഘികൾക്കോ RSSകാർക്കോ BJPക്കാരനോ CPMകാരനോ ആർക്കും പറ്റൂല.
ഇങ്ങനെ കമൻ്റ് ഇട്ട് ഒന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ ആ കമൻ്റ് ഇട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ മരണത്തിൽ വിമർശനം നടത്തി ഇറങ്ങി പോകുമ്പോഴേക്കാണ് ചിലപ്പോൾ ഇടിമിന്നലേൽക്കൽ, ചിലപ്പോൾ ടിപ്പർ തട്ടൽ, ചിലപ്പോൾ പാമ്പ് കൊത്തി വിഷപ്പാമ്പ് കൊത്തി മരിക്കൽ, ചിലപ്പം ഉരുൾപൊട്ടലുണ്ടായില്ല വയനാട്, അതുപോലെയൊക്കെ മരണപ്പെടുക. അതിന് പ്രായത്തിൻ്റെ കണക്കില്ല എന്നുള്ളത് ഈ വർഗീയവാദികൾ എൻ്റെ മതത്തിലടക്കപ്പെട്ട മൂല്യന്മാർ തലയെ കെട്ടിയാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുയ്ക്ക് കാല് കിട്ടി കിടക്കുകയാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ അതിനുള്ള ഉദാഹരണപ്പോടെ ഞാൻ വെച്ചത് അത് മനസ്സിലാക്കുക. അവനവൻ്റെ ആയുസ് എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. ചിന്തിക്കേണ്ട അതാ. അത് ചിന്തിക്കണമെന്നാണ് യഥാർത്ഥ ദൈവവിശ്വാസി. അത് ചിന്തിക്കാൻ കഴിയണം. മരണം എൻ്റെ കയ്യിലല്ല, അത് അള്ളാഹ് തീരുമാനിക്കും, അല്ലെങ്കിൽ ദൈവം തീരുമാനിക്കും. അത് ദൈവം തീരുമാനിക്കുമ്പം വയസ്സതിൽ പ്രാധാന്യമില്ല എന്നുള്ളത് തിരിച്ചറിയണവനാണ് യഥാർത്ഥ ദൈവവിശ്വാസി. അല്ലാത്തൊരു തലകെട്ടും കെട്ടി കുറിയും തൊട്ടി തുപ്പിയൊക്കെ ഇങ്ങനെ നടക്കാൻ ഞങ്ങൾ ദൈവവിശ്വാസികളാണെന്ന് പറഞ്ഞാണ്ട് അപ്പോൾ അത് തിരിച്ചറിഞ്ഞോളി. അപ്പോൾ ഒരു ജീവിതം നമുക്കുള്ളൂ. അത് ജാതി നോക്കണ്ട, മതം നോക്കണ്ട, രാഷ്ട്രീയം നോക്കണ്ട. എപ്പോഴാണോ നമ്മൾ സഹായം തേടി ആരെങ്കിലും വരുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. കാരണം നമ്മൾ മനുഷ്യരിൽ മനുഷ്യരായി മാത്രം കാണുക. 2018 വെള്ളപ്പൊക്കം എങ്ങനെയാണ് ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഈ കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഒറ്റക്കെട്ടായി ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും, സംഘിയും കുങ്കിയും കിങ്കിയല്ല, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മൾ കേരളത്തെ രക്ഷിച്ചത്. ഈ ജീവജാലങ്ങളെ മുഴുവൻ നമ്മൾ രക്ഷിച്ചെടുത്തത്. അത് തിരിച്ചറിയുക. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർ ഒറ്റക്കെട്ടായി ജീവിക്കുക. അവനവൻ്റെ വിശ്വാസങ്ങൾ അവനവൻ്റെ മനസ്സിനുള്ളിൽ മതി. നമ്മൾ വെറുതെ ചളി വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒരു RSSകാരൻ ഇന്ത്യ വിട്ടു പോകണം മുസ്ലിങ്ങളോട്. ആ പറഞ്ഞ RSSകാരനാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ കളി നോക്കണം. ഇത് നാളെ ഞാൻ ഒരു പക്ഷേ ഒരു ഹൈന്ദവൻ്റെ കയ്യിലോ ഒരു ക്രിസ്ത്യാനിയുടെ കയ്യിലൊക്കെ വെള്ളം വാങ്ങി കുടിച്ചായിരിക്കും മരണപ്പെടുക. നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇഞ്ച മതത്തിലൊരു വിഭാഗമുണ്ട്, ഓൽക്ക് പറയാൻ കഴിയും. ഇഞ്ച മതത്തിലൊരു വിഭാഗമുണ്ട്, കുപ്പിവെള്ളം കൊടുത്ത് ഊതികാണ്ട് ക്യാൻസർ മാറ്റണേ. ആ വിഭാഗത്തിന് പറയാൻ കഴിയും ഞാൻ എപ്പം മരിക്കുമെന്ന്. കാരണം ഓല കയ്യിലാണ് മരണവും സ്വർഗവും നരകവും. ഓല് തീരുമാനിക്കും. ഓലയിന് പഴയ ആളുകളുടെ തങ്ങൾ ഉപ്പാപ്പമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓല് തീരുമാനിക്കുക ഞാൻ എപ്പം മരിക്കണം, എനിക്ക് സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട് ഞങ്ങളേൽ. കണ്ടാട്ടണം ആ ജാതി വിഭാഗം. അപ്പോൾ മനുഷ്യരായി ജീവിക്കൂ. അന്ധവിശ്വാസങ്ങൾ വെടിയൂ. ദൈവത്തോട് പ്രാർത്ഥിക്കൂ, അള്ളാഹിനോട് പ്രാർത്ഥിക്കൂ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, വർഗീയത വെടിയൂ, മനുഷ്യനായി ജീവിക്കൂ.